ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ ആൾക്കാരും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അമ്മ സംഘടന അല്ലെങ്കിൽ സിനിമാ സംഘടനയിലെ ഈ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 15 അംഗങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പാണ് ആരൊക്കെ ഏതൊക്കെ സിനിമ സംവിധാനം ചെയ്യണം, ആരൊക്കെ സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ആരൊക്കെ ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പവറുള്ള ഒരു ഗ്രൂപ്പാണ് ഈ 15 അംഗങ്ങൾ അടങ്ങിയ ഈ ഒരു പവർ ഗ്രൂപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടി വിക്കകത്ത് ഒരു ന്യൂസ് വന്നത്. അപ്പോൾ ഇതിൻ്റെ തലപ്പത്തുള്ള ഒരാളെക്കുറിച്ചാണ് റിപ്പോർട്ടർ ചാനൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ന്യൂസ് ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യൻ നടൻ ദിലീപ്. ഈ മേഖലയിലെ കടിഞ്ഞാൺ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന ഈ പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, പാർവതി, ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശമുള്ളത്. ഇഷ്ടമില്ലാത്തവരെ ഒതുക്കിയ പവർ ഗ്രൂപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാൽ ചേരുന്നു. ആർ റോഷിപാൽ, നടി ആക്രമണത്തിനിരയായ സംഭവം നടക്കുന്നതുവരെ അല്ലെങ്കിൽ അതിനുശേഷവും പവർ ഗ്രൂപ്പിന്റെ കടിഞ്ഞാൺ ദിലീപിന്റെ കയ്യിലായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് വ്യക്തമാകുന്നത്? സിനിമയിലെ ഓരോ കാര്യങ്ങളും ഏത് സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം, പുറത്തിറങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ ദിലീപ് നടത്തിയിരുന്നു. ഓരോ സിനിമകളിലും ആരാകണം നായകൻ, ആരാകണം നായിക എന്ന കാര്യങ്ങളിൽ അടക്കം ദിലീപിന്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് സിനിമാ ലോകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ. ഇതേക്കുറിച്ചാണ് കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 15 അംഗ പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പിന്റെ മേധാവി ദിലീപ് ആയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിയേറ്റർ ഉടമകൾക്ക് വരെ സംഘടന ഉണ്ടായി. ദിലീപിന് ആ മേഖലയിലടക്കം സ്വാധീനം. നമുക്കറിയാം, വിനയന്റെ പൃഥ്വിരാജ് ഉൾപ്പെടെ അഭിനയിച്ച സത്യം എന്ന സിനിമ, ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം, അത് ആ ഘട്ടം മുതൽ തന്നെ പൃഥ്വിരാജിനെ വലിയ രീതിയിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടന്നു. പിന്നീട് പാർവതി തിരുവോത്ത്, ഭാവന നേരിട്ട് ഈ AMM എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനോട് തൻ്റെ വേഷങ്ങൾ ഇല്ലാതാക്കാൻ ദിലീപ് എന്ന നടൻ ശ്രമിക്കുന്നുവെന്ന് പരാതിപ്പെട്ടിരുന്നു. ഈ കാര്യം ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ പരാതികൾ വന്നാൽ ആ പരാതി ഈ AMM എന്ന സംഘടന പരിഗണിക്കാറേയില്ല. അപ്പോൾ കേട്ടല്ലോ, ഇത് നമ്മുടെ റിപ്പോർട്ടർ ടി വിക്ക് തോന്നുന്ന ന്യൂസാണ്. ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് വഴിയെ മനസ്സിലാവും. എങ്കിലും ദിലീപ് അതിൻ്റെ പേരിൽ ഒരു പക്ഷേ സത്യമാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം, ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അത്രത്തോളം ആധിപത്യം ഉണ്ടായിരുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലിബർട്ടി ബഷീർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രംശനാക്കുകയും ആ ഒരു സ്ഥാനത്തേക്ക് ദിലീപ് കടന്നു വരികയും ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടാതെ തന്നെ നമ്മുടെ വിനയൻ എന്ന് പറഞ്ഞാൽ മൈക്ക എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് കാര്യം ഈ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ മൈക്ക എന്ന് പറയുന്നത്. ദിലീപിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഒരു നിർമ്മാതാവ് ഈ മൈക്ക സംഘടനയെ, അതായത് വിനയനെ സമീപിക്കുകയും ദിലീപ് 40 ലക്ഷം രൂപ മേടിച്ചതിന് ശേഷം ഡേറ്റ് കൊടുക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അവതരിപ്പിച്ച സമയത്ത് വിനയൻ ദിലീപിനെ വിളിച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ നിർമ്മാതാവിന് ഡേറ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ദിലീപിനോട് വിനയൻ സംസാരിച്ച ആ ഒരു സമയത്ത് തന്നെ ദിലീപിന് വിനോദുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. കാര്യം അതിനുശേഷം ഈ മൈക്ക സംഘടനയിൽ നിന്നും എല്ലാവരും രാജിവെച്ച് പുറത്തു പോവുകയും അതിനുശേഷം ഫിഫ്ക എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിക്കുകയും, അതായത് ഈ നടന്മാരുടെയൊക്കെ മേൽനോട്ടത്തിൽ ഫിഫ്ക എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയൊക്കെ ചെയ്ത കഥകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മലയാള സിനിമയിൽ നിന്നും നമ്മുടെ വിനയൻ്റെ ഫിലിമിലേക്ക് ആരും അഭിനയിക്കാൻ പോകല്ലെന്നും ഒക്കെ ഉള്ളൊരു വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ നടന്മാരൊക്കെ നമ്മുടെ വിനയൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കുകയുണ്ടായി. തിലകൻ, അങ്ങനെ കുറേ നടന്മാരൊക്കെ അഭിനയിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യം, ഇതെല്ലാം ദിലീപിന് വേണ്ടിയായിരുന്നു എന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ വിനയൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിലീപിനെ കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. അപ്പം ആ ഒരു കാര്യത്തിനൊക്കെ ഇപ്പം എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രസക്തി ഏറി വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു കാര്യങ്ങൾ, വിനയൻ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മലയാള സിനിമയിൽ ഇത് ദിലീപിനെ മാത്രം ഒറ്റപ്പെടുത്തി ക്രിമിനലൈസ് ചെയ്ത് ജയിലിലടച്ചുകൊണ്ട് ഈ പ്രശ്നം തീരില്ല. ഈ പ്രശ്നം വളർന്നു വന്നൊരു സിറ്റുവേഷനുണ്ട്. ഇവിടെ ഒരു താരമേധാവിത്വം, ഫാൻസുകാരെയും മറ്റുമൊക്കെ വെച്ചുകൊണ്ട്
താരങ്ങൾ ഉദ്ദേശിച്ചാൽ അവരെന്ത് ചെയ്താലും അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന 2-3 പേരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി വളർത്തിയെടുത്ത് വർഷങ്ങളുമുണ്ട്. അത് ബഹുമാനരായ സൂപ്പർ സ്റ്റാറുകൾ അവർ ചിലപ്പോൾ 10-30 വർഷത്തെ അവരുടെ സിംഹാസനത്തിലിരുന്നപ്പോൾ ആ സിംഹാസനം ഉറപ്പിക്കാൻ വേണ്ടി അതിനുശേഷം വന്ന പിൻഗാമിയായ ദിലീപ് അതേ പാത തുടർന്നു എന്ന് മാത്രമല്ല അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വരയിൽ അവർ നിൽക്കത്തക്ക രീതിയിൽ എന്ന് മാത്രമല്ല കുറച്ചുകൂടെ ക്രിമിനലൈസ് ചെയ്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുക. തന്നോടൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെ തന്നോട് മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളെ, ഉദാഹരണം ഞാൻ ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ കാര്യം പറയുന്നത്, എത്രയോ വർഷം 10-12 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ 1.25 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് മടങ്ങിയതിൻ്റെ പേരിൽ ആ പണം പൊട്ടിപ്പോയി അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ പൈസയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ചെക്ക് ബാങ്കിലിട്ടിട്ട് എൻ്റെ സമൻസിലൊക്കെ പുള്ളി ചില കളി കളിച്ച് അവിടെ എത്തിക്കാതെ അറസ്റ്റ് വാറണ്ടാക്കി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇതേ ജയിലിലടച്ചു. മലയാള സിനിമയിൽ ആരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പം ആ വൈരാഗ്യം, അത്തരം വൈരാഗ്യ ബുദ്ധി, ഞാൻ പറയുന്ന ആനപ്പക മനസ്സിൽ വെക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് ചിലപ്പം ഇതൊക്കെ ചെയ്യാൻ ഒക്കെ മനസ്സ് കാണുന്ന ആൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിനയൻ ഇതൊക്കെ 7 വർഷം മുമ്പ് പറഞ്ഞാണ്. അന്ന് വിനയനെ എല്ലാ ആൾക്കാരും കല്ലെറിഞ്ഞു. മറ്റൊന്നുമല്ല, ദിലീപിനെ പോലുള്ള ഒരു നടൻ്റെ വളർച്ചയിൽ ഈ വിനയൻ എന്ന് പറഞ്ഞ ആൾക്ക് അസൂയയാണ്. അതിൻ്റെ പേരിലാണ് വിനയൻ ഈ ദിലീപിന് ഇതൊക്കെ പറയുന്നുള്ള പേരിൽ അദ്ദേഹത്തെ കല്ലെറിയുകയുണ്ടായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞത് മാഫിയ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ആ ഒരു വ്യത്യാസമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാഫിയയുടെ പിടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാഫിയ ഭരിക്കുന്ന മാഫിയയുടെ തലപ്പത്ത് ഉള്ള ആൾക്കാർ ഭരിക്കുന്ന ഒരു മലയാള സിനിമ ആണെന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് മുതലേ നമ്മുടെ വിനയനെ പോലുള്ള സംവിധായകന്മാർ പറഞ്ഞു. ഇന്നെന്തായാലും ആ വിനയനെ അംഗീകരിക്കാൻ കുറേ ആൾക്കാരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയും. എന്തായാലും എത്രത്തോളമൊക്കെ എത്രത്തോളം നടന്മാരൊക്കെ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കുടുങ്ങുമെന്നുള്ള കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാം. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.